ആലപ്പുഴ ജില്ലയിൽ ഞാൻ വിളിക്കാൻ ഇനി ആരും ബാക്കിയില്ല. അല്ല, ഇന്ന് എന്നതാ പതിവില്ലാതെ ക്ലാസിക്കൽ ഡാൻസ്? ഇനി പുതിയ നമ്പർ ഒന്നും ഇടാതെ പിടിച്ചു വെക്കാൻ പറ്റിയല്ല. നമ്പറൊക്കെ കൊള്ളാം, പക്ഷെ വള്ളത്തിൽ വന്ന് ഡാൻസ് ചെയ്യാൻ ആളെ കിട്ടണ്ടേ? ഓ, അങ്ങനെ വലിയ ഡാൻസ് ആയിരുന്നു വേണ്ട. ആ മോഹിനിയാട്ടത്തിന്റെ വേഷവും കിട്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മതിയെന്നേ. ഇനിയിപ്പൊ ആരും കിട്ടിയില്ലെങ്കിൽ താനായാലും മതി. ഞാൻ മോഹിനിയാട്ടം നടന്ന തന്നെ. എത്രയും പെട്ടെന്ന് നാളെ കിട്ടിയാൽ നമുക്ക് പ്രോഗ്രാം നടത്താം. ഇത് എനിക്കുള്ളതാ. ഹലോ. ആ, ഇല്ല ഇല്ല. നമ്മുടെ മാമച്ചന്റെ കടയിൽ എന്തോ ഒരു തിക്കും തിരക്കും. അതെ, നമ്മള് ജോക്കർ ജോസിന്റെ ഭാര്യ മേരിക്കുട്ടി ഗൾഫിൽ പോവുക. ചീട്ട് കളിച്ചിട്ടേ ആ ചേട്ട കുടുംബം പൊളിപ്പിച്ചു. എനിക്ക് കാശുണ്ടാക്കാൻ അവൾ അവിടെ അടുക്കള പണിക്ക് വിടുക. അതിന്റെ യാത്രയപ്പാ. വിസയും ടിക്കറ്റും എല്ലാം ഇതിനകത്തുണ്ട്. പിടിക്കേ. അപ്പോ യാത്രാമംഗളങ്ങൾ. വലിയ ഉപകാരം മാമച്ച. നന്നായി വരൂ മകളെ, ചേർന്ന് നിൽക്ക്. നന്നായി വരൂ മേരിക്കുട്ടി, നന്നായി വരണ്ട. വിളിച്ചോണ്ട് പോ ജോസേ, ബോട്ടിന് സമയമായില്ലേ. ചെല്ലേ. അവന് പെട്ടിയെടുക്കാൻ കണ്ട സമയം. പെട്ടിയെല്ലാം എടുത്തല്ലോ. ആ പെട്ടിയൊക്കെ എടുത്ത് പാസ്പോർട്ടിനകത്ത് വെച്ച്. അല്ല, തിരിച്ചു വരുമ്പോ ഞാൻ എന്താ മാമച്ചന് തരേണ്ടത്? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. വേഗം നടക്ക്. നീ മാമച്ചൻ എന്നാ വേണേ കൊടുത്തോ, എനിക്ക് സമ്മതമാ. വെറുതെ പറയുന്നത്. വേഗം നടക്ക്. ബോട്ട് വന്നല്ലോ. വേഗം നടക്ക്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ എന്നെ പറഞ്ഞാലും ഈ മാമച്ചനെ മറക്കരുത്. ചെന്നിട്ട് വിളിക്കാം. നീ എന്നെ വിളിച്ചില്ലേലും ഇടയ്ക്കിടയ്ക്ക് ഈ മാമച്ചനെ വിളിച്ചോണ്ടിരിക്കണം. ജോക്കറെ, നീ കുറെ നേരമായി കിളച്ച് കിളച്ച് കയറിക്കൊണ്ടിരിക്കുക. ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല. അതെ, വിസയുടെ ബാലൻസ് 10,000 രൂപ ഇവളുടെ ആദ്യ ശമ്പളം കിട്ടുമ്പോൾ തന്നെ എന്റെ കൈ കൊണ്ട് തന്നില്ല എങ്കിൽ നീ ചീട്ട് കളിക്കുന്ന സ്പോട്ടിൽ ഞാൻ വരും, ഇടിയും തരും. മനസ്സിലായല്ലോ? മനസ്സിലായി. എന്നാ പോക്കോ. കുട്ടി കഴിക്കും. തിരിച്ചു വരുമ്പോഴെങ്കിലും തന്നാ മതിയായിരുന്നു. കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് വിടുന്ന 18ാമത്തെ പെണ്ണായികളെ. വെറുതെ അല്ല കൊയ്യാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത്. കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട്. ആളെ വേണോ പറഞ്ഞാ മതി. ഒരു പെണ്ണിനെ വേണം. എന്തിന്? കൊയ്യാനോ മെതിക്കാനോ? ഡാൻസ് ചെയ്യാൻ. രാത്രിയിൽ ഡാൻസോ? എടാ കോഞ്ഞാമണിയാ, എന്റെ ഹൗസ് ബോട്ടിലെ ഫോറിനേഴ്സിന് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാ. വിളിച്ചിട്ട് ഒരുത്തേയും കിട്ടുന്നില്ല. ആരെങ്കിലും ഒരാളെ ഒപ്പിച്ചേ പറ്റും. കുട്ടനാട്ടിൽ നർത്തകികൾ ഉണ്ട്. കൈനഗിരി രേവമ്മന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഒരു നാടകളിയില്ലേ, അവരാ വരുന്നത്? അവരല്ല, അവരുടെ മകൾ ദുബായിലെ ഒരു സ്കൂളിൽ ഡാൻസ് ടീച്ചറായിട്ട് പോകാൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് നിൽക്കുക. എറണാകുളത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ. ഞാനാ കൊണ്ടുപോയത്. അവള് കിട്ടുമോ? ദുബായിൽ പോകുന്നത് വരെ എന്തായാലും അവള് ഫ്രീയാ. ഈ മാമച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവള് വരും. വന്നിരിക്കും. ഒന്ന് വരുത്തിയിരിക്കും.